ആരോഗ്യത്തിനും പാരമ്പര്യത്തിനും പ്രാധാന്യം നൽകി സൗജന്യ ആയുർവേദ ഔഷധക്കഞ്ഞി വിതരണവുമായി കാട്ടൂർ പുതിയ വീട്ടിൽ ശ്രീ ഹനുമൽ ക്ഷേത്രം. കർക്കിടക മാസാചരണത്തിന്റെ ഭാഗമായാണ് ക്ഷേത്രത്തിൽ ആയുർവേദ ഔഷധക്കഞ്ഞി വിതരണം ചെയ്യുന്നത്. കർക്കിടകത്തിലെ ആരോഗ്യ പരിപാലന പാരമ്പര്യത്തിന്റെ ഭാഗമായാണ് കാട്ടൂർ പുതിയ വീട്ടിൽ ശ്രീ ഹനുമൽ ക്ഷേത്രത്തിൽ വർഷങ്ങളായി സൗജന്യ ഔഷധക്കഞ്ഞി വിതരണം നടത്തിവരുന്നത്. 20ലധികം ആയുർവേദ സസ്യങ്ങളും ഔഷധ ചേരുവകളും ഉപയോഗിച്ചാണ് ഇവിടെ ഔഷധക്കഞ്ഞി തയ്യാറാക്കുന്നത്. ആയുർവേദ വിധിപ്രകാരം ശേഖരിക്കുന്ന ഔഷധ സസ്യങ്ങൾ ശുദ്ധീകരിച്ച് അരച്ച് പിഴിഞ്ഞ് പൊടിച്ച് പരമ്പരാഗത രീതിയിലാണ് കഞ്ഞിക്കുള്ള ഔഷധക്കൂട്ട് തയ്യാറാക്കുന്നത്. ശരീരാരോഗ്യ സംരക്ഷണത്തിന് സഹായകരമായ ഈ പാരമ്പര്യ സേവനം ക്ഷേത്രത്തിൽ ഇന്നും തുടർന്നു വരികയാണ്. ദീപാരാധനയ്ക്ക് ശേഷം ക്ഷേത്രത്തിലെത്തുന്ന എല്ലാ ഭക്തജനങ്ങൾക്കും 31 ദിവസവും സൗജന്യമായാണ് ഔഷധക്കഞ്ഞി വിതരണം ചെയ്യുന്നത്. ഔഷധക്കഞ്ഞി വിതരണത്തിന്റെ ഉദ്ഘാടനം മാരാരിക്കുളം ആയുർവേദ ഹോസ്പിറ്റലിലെ ഡോക്ടർ VN അപർണ നിർവഹിച്ചു. ഞാനിവിടെ പുതിയതായിട്ടാണെന്നുള്ള ഒരു തോന്നൽ പോലും ഇല്ലാതെ കഴിഞ്ഞ 1.5 വർഷമായിട്ട് എൻ്റെ ഇവിടുത്തെ ഒരാളായിട്ട് തന്നെ കൂട്ടുന്നതിന് എല്ലാവരോടും ഞാൻ നന്ദി പറയുകയാണ്. നിങ്ങളുടെ ഒരാളായി കൂട്ടുന്നതിന്. പിന്നെ ഔഷധക്കഞ്ഞിയെക്കുറിച്ച് ഞാൻ കൂടുതൽ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇന്ന് നിങ്ങൾ കഞ്ഞി കുടിക്കില്ല, കാരണം ഒരു ആയുർവേദ ഡോക്ടർ ആയതുകൊണ്ട് തന്നെ. എന്നിരുന്നാലും ഈ ഒരു സമയം എന്ന് പറഞ്ഞാൽ രാമായണ മാസം എന്നതുപോലെ തന്നെ ഒരു ഋതു വേറൊരു ഋതുവിലേക്ക് മാറുന്ന ഒരു കാലമാണ്. അപ്പോൾ നമ്മൾ ശരിക്കും ശോധനം ചെയ്ത്, നിങ്ങൾ സുഖചികിത്സ എന്നൊക്കെ പറയും, ശോധനം ചെയ്ത് അതിനുശേഷം നമ്മൾ വീണ്ടും നമ്മുടെ ആരോഗ്യത്തിന് വേണ്ടി ആ വർഷം നമ്മൾ ഇങ്ങനെയുള്ള ഔഷധ കൂട്ടുകളിട്ട് നമ്മുടെ അഗ്നി വർദ്ധിപ്പിച്ച്, അഗ്നി എന്ന് പറഞ്ഞാൽ ദഹനശക്തിയൊക്കെ വർദ്ധിപ്പിച്ച് അതിനെ ആ ഒരു കണ്ടീഷനിൽ നിലനിർത്തി കഴിയുമ്പോഴേ ശരിക്കും ആയുർവേദ രീതി അഗ്നിബലം എന്ന് പറയും. ദഹനശക്തിയെ കറക്റ്റായിട്ട് കൊണ്ടുപോയാൽ മാത്രമേ നമുക്ക് ആരോഗ്യം കിട്ടുകയുള്ളൂ. അപ്പോൾ അതിനുള്ള രീതിയിലുള്ള ഔഷധ കൂട്ടുകളാണ് പല സ്ഥലത്തും പലതാണ് ഉപയോഗിച്ചു വരുന്നത്. ചടങ്ങിൽ ദേവസ്വം പ്രസിഡന്റ് MV രാജേന്ദ്രൻ, സെക്രട്ടറി PD ബാഹുലയൻ, ദേവസ്വം കമ്മിറ്റി അംഗങ്ങൾ, ഭക്തജനങ്ങൾ എന്നിവർ പങ്കെടുത്തു.